അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള മധുരം ഇതായിരുന്നു കേട്ടോ. മാംഗോ ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് കാണിച്ചു തരാം. ഇത് സേലം മാങ്ങയാണ്, വീട്ടിലുണ്ടായ മാങ്ങയാണ്. അപ്പോൾ നല്ല മൂത്ത മാങ്ങ താഴെ ചാടാതെ പറിച്ചെടുത്ത് പഴുപ്പിച്ചെടുത്തതാണ്. തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ നമുക്ക് പഞ്ചസാരയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചൂടായൊരു പാന് വെച്ച് അതിലേക്ക് മാങ്ങ മുറിച്ചെടുത്തത് ചേർത്ത് അതിലേക്ക് ഒരു 3 വലിയ ടീസ്പൂൺ അളവിന് പഞ്ചസാര ചേർത്ത് തീ വളരെ കുറച്ച് വെക്കണം. എന്നിട്ട് ഈ പഞ്ചസാര തന്നെ അലിഞ്ഞ് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിൽ നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെന്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണിത്. ഇനി അടുത്ത സ്റ്റെപ്പ്, കുറച്ച് മാങ്ങ പേസ്റ്റായിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വിപ്പിംഗ് ക്രീമാണ്. ഫ്രീസറിൽ നല്ല തണുത്ത് കട്ടയായിട്ടുള്ള വിപ്പിംഗ് ക്രീം ചെറിയൊരു പാക്കറ്റ്, 1/2 കിലോയുടെ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അടിച്ചെടുത്ത മാംഗോ പ്യൂരി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ വീണ്ടും എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നേരത്തെ വേവിച്ചെടുത്ത മാങ്ങ ഉണ്ടല്ലോ, പഞ്ചസാരയിൽ വേവിച്ചെടുത്ത മാങ്ങ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ടൊരു ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് ഇതിൻ്റെ മൂടി വെച്ച് നന്നായിട്ട് മൂടിയതിന് ശേഷം ഇന്നലെ ഫ്രിഡ്ജിൽ, വൈകിട്ടാണ് തയ്യാറാക്കിയത്, ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് എടുത്തത്. അപ്പോൾ നോക്കൂ, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അയവ, നല്ല ഐസ്ക്രീം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും മനസ്സിലാവും നിങ്ങൾക്കിത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഈ ഐസ്ക്രീം എന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ രീതിയിൽ, ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ മാങ്ങ ചക്ക ഒക്കെ കിട്ടുന്ന ടൈമാണല്ലോ, അപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഞാനിത് ഇടുന്നത് എന്താണെന്നറിയോ, പഞ്ചസാരയിൽ ചെറുതായിട്ട് മുറിച്ചെടുത്ത മാങ്ങ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചെടുത്ത ബദാമാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ മാംഗോ ഐസ്ക്രീം തയ്യാറാക്കി നോക്കൂ.